നമസ്കാരം. ഇടുക്കി ലൈവിൻ്റെ വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബിബിൻ. അക്കൗണ്ടിങ്, ഫിനാൻസിങ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് മേഖലകളിൽ ആഗോളതലത്തിൽ തന്നെ അംഗീകാരമുള്ള നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന മികച്ച ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെ പഠിക്കാം, ഇത് പഠിക്കാൻ തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. +2 തലത്തിൽ കൊമേഴ്സ് പഠിച്ചവർ പുറമെ സയൻസ് പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കുമൊക്കെ ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. തീർച്ചയായും വിദേശ രാജ്യങ്ങളിൽ ഇത് ഉപരിപഠനത്തിനോടൊപ്പം തന്നെ നല്ല തൊഴിൽ സാധ്യതകൾ തരികയും അതുപോലെ തന്നെ നല്ലൊരു പ്രൊഫഷണലായി തീർക്കാൻ വേണ്ടി നമ്മളെ തയ്യാറെടുപ്പിന് നടത്തുകയും ചെയ്യുന്ന ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും പ്രൊഫഷണൽ കോഴ്സുകളിലും മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ACCA രംഗത്ത് അതിൻ്റെ എല്ലാം പഴുതുകൾ അടച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള അല്ലെങ്കിൽ ബയോമെട്രിക്സ് എന്നിവയുടെ സഹായത്തോടു കൂടി ഓൺലൈൻ പരീക്ഷകൾക്ക് ഒരു റിമോട്ട് ഇൻവിജിലേഷൻ രീതി പ്രാവർത്തികമാക്കിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ബോഡിയായിട്ടാണ് ACCA പലപ്പോഴും പരിഗണിക്കുക. 1904 ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിച്ച അതാണ് ACCA എന്ന് പറയുന്നത്. അതിൻ്റെ സിലബസും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരവുമൊക്കെ നവീനമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എപ്പോഴും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത്തരത്തിലുള്ള അതിനെ അംഗീകരിക്കാനായിട്ട് കൂടി കഴിയുന്നവരായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകദേശം ലോകത്തിലെ 181ഓളം രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ ACCA എന്ന് പറയുന്നത്. ചെറുതും വലുതുമായിട്ട് 7000-ലധികം അംഗീകൃത തൊഴിൽ ദാതാക്കൾ തന്നെ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിലെ ഓഡിറ്റിംഗ് കമ്പനികളായിട്ടുള്ള KPMG, ഡെലോയിറ്റ്, PwC, E&Y എന്നിവയും അതോടൊപ്പം തന്നെ ഇൻഫോസിസ്, അതുപോലെ തന്നെ IBM, HP ഭൂരിഭാഗം കമ്പനികളും തന്നെ ACCയുടെ അംഗീകൃത തൊഴിൽ ദാതാക്കളായിട്ടാണ് പലപ്പോഴും അംഗീകരിക്കപ്പെടുക. അപ്പോൾ ഈ കമ്പനികളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ കോഴ്സ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ടാക്സ്, ഓഡിറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കമ്പനി ലോ എന്നിവയെല്ലാം ഈ ACCയുടെ പഠന ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സ്വയം സംരംഭകനാകാനായിട്ട് ശ്രമിക്കുന്ന വളരെയധികം ചെറുപ്പക്കാരുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുകൊണ്ട് പോന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അമേരിക്ക, ചൈന, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ പുതിയ ഈ ഒരു സ്വയം സംരംഭകനാകാൻ ശ്രമിക്കുന്നവർക്ക് പ്രാധാന്യം, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയവർക്ക് പ്രാധാന്യം ഈ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം അനന്തമായ സാധ്യതകളാണ് ACCA പോലുള്ള കോഴ്സുകൾക്ക് നൽകുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS എന്ന അംഗീകൃത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഈ ഒരു ഇതിന് ഏറ്റവും കൂടുതൽ കാതലായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു EEE എക്സാം, എക്സ്പീരിയൻസ്, എത്തിക്സ് എന്നുള്ളത് ഈ ACCA കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. അതുപോലെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ ACCA പരീക്ഷകളെ തരംതിരിച്ചിട്ടുള്ളത്. 3 പേപ്പറുകളുള്ള ഒരു അപ്ലൈഡ് നോളജ് മൊഡ്യൂളാണ് ആദ്യത്തേത്. 3 മുതൽ 6 മാസം കൊണ്ട് വരെ പൂർത്തിയാക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പഠനത്തിൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CBT കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകളാണ് ഇതിൽ നടക്കാറുള്ളത്. പരീക്ഷ അവസാനിക്കുന്നതോടുകൂടി റിസൾട്ട് ലഭിക്കുന്നത് കൊണ്ട് ഏത് പേപ്പറും ഏത് സമയത്തും പരീക്ഷ എഴുതാം എന്നുള്ളത് ഇത് ഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും അംഗീകൃത CBE സെൻറ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷകൾ പൂർത്തിയാക്കാവുന്നതാണ്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ മൊഡ്യൂളുകൾ ഉൾപ്പെടെ 4-6 പേപ്പറുകൾ നിലവിൽ എക്സംഷൻ നേടാവുന്നതാണ്. എങ്കിലും അടിസ്ഥാന മൊഡ്യൂൾ എന്ന നിലയിൽ ഈ പേപ്പറുകൾ എഴുതുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എക്സംഷൻ എടുക്കാതിരിക്കലാണ് അഭികാമ്യം എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.
6 പേപ്പർ ഉൾപ്പെടുന്ന അപ്ലൈഡ് സ്കിൽ മൊഡ്യൂളാണ് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഘട്ടത്തിലെ ആദ്യ പേപ്പർ ഒഴികെ മറ്റ് പേപ്പറുകളുടെ പരീക്ഷ മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എന്നിങ്ങനെ വർഷത്തിൽ 4 സെക്ഷനുകളായിട്ടാണ് നടത്തപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സെഷനിൽ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് 1 മുതൽ 4 വരെ പേപ്പറുകൾ എഴുതാവുന്നതാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് SCCയുടെ. എങ്കിൽ ഒരു വർഷത്തിൽ പരമാവധി പൂർത്തിയാക്കാവുന്ന പേപ്പറുകളുടെ എണ്ണം 8 ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 2018 സെപ്റ്റംബർ മുതൽ 3 മണിക്കൂറുള്ള കമ്പ്യൂട്ടർ പരീക്ഷകളായാണ് ഈ പരീക്ഷ സാധാരണ രീതിയിൽ നടത്തി വരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മൊഡ്യൂളുകളിലെ ആദ്യ പേപ്പർ വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തയ്യാറെടുക്കാം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സെഷൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിട്ടാണ് ഇത് പലപ്പോഴും നടത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ഒരു കേസ് സ്റ്റഡി ഉൾപ്പെടെ 4 പേപ്പറുകളാണ് ഇതിലുള്ളത്. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് സ്പെഷ്യലൈസ് ചെയ്യാവുന്ന 2 പേപ്പറുകളും ഈ ACCയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് പരീക്ഷയുടെ രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി ഒഴികെയുള്ള പരീക്ഷകൾ 3 മണിക്കൂറായിട്ടുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ACCയുടെ ആദ്യത്തെ 2 മൊഡ്യൂളുകളിൽ 9 പേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേസ് സ്റ്റഡി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേപ്പറുകളിൽ എക്സംഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇത് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ACCA പഠിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. പഠന നിലവാരത്തിനും വിദ്യാർത്ഥികളുടെ സപ്പോർട്ടിങ്ങിനും മാനദണ്ഡമായി ACCA ഓരോ സ്ഥാപനത്തെയും പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ എന്നിങ്ങനെ അംഗീകൃത സ്ഥാപനങ്ങളായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഉയർന്ന അപ്രൂവ്ഡ് റേറ്റിംഗ് ഉള്ളത് ഗോൾഡ് ആയിട്ടുള്ള ഇതിനാണ്. വിദ്യാർത്ഥികൾ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഗോൾഡ് നിലവാരത്തിലുള്ള ACCA അംഗീകൃത പഠന സ്ഥാപനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലെ മുൻ വർഷത്തെ റിസൾട്ട് എങ്ങനെയാണ് എന്ന് മാതാപിതാക്കന്മാരും കുട്ടികളും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ACCയുടെ പഠനം മറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സുകളെ അപേക്ഷിച്ച് ചിലവേറിയതാണ്. അതിൻ്റെ പ്രധാന കാരണം ACCയുടെ പരീക്ഷാ ഫീസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യത്തെ മൊഡ്യൂളിൽ ഒരു പേപ്പർ പരീക്ഷ എഴുതാൻ ഏകദേശം 8,000 രൂപ വീതവും, രണ്ടാമത്തെ മൊഡ്യൂളിൽ ഒരു പരീക്ഷയ്ക്ക് 10,000 രൂപ വീതവും, മൂന്നാമത്തെ മൊഡ്യൂളിൽ ഒരു പേപ്പർ പരീക്ഷ എഴുതാൻ 12,000 രൂപ വീതവും അടയ്ക്കേണ്ടതുണ്ട്. അവസാന മൊഡ്യൂളുകളിലെ സ്റ്റഡി പേപ്പറിന് ഏകദേശം 18,000 രൂപയും ചെലവ് വരും. പരീക്ഷാ ഫീസ് ഇനത്തിൽ മാത്രം അതുകൊണ്ട് തന്നെ ഉദ്ദേശം 1.5 ലക്ഷം രൂപയിലധികം ചെലവാകും എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഓരോ സ്ഥാപനങ്ങളും ട്യൂഷൻ ഫീസായിട്ട് വളരെ വലിയ എമൗണ്ട് വരെ നല്ല രീതിയിൽ ഈടാക്കാറുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന സ്ഥാപനങ്ങൾ പോലെ ഇരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ACCA UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ISDC സഹകരിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് കൂടി നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ACCയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായ മറ്റ് വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ താഴെ കാണുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. www.accaglobal.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ACCയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം ഇനി ഇതല്ലാതെ നിങ്ങളുടെ തൊഴിൽ രംഗത്തെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ, കരിയർ രംഗത്തെ സംശയങ്ങൾ ഏതുമാകട്ടെ ഞങ്ങൾക്ക് എഴുതുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ വിലാസം എന്ന് പറയുന്നത് walktherightpath01@gmail.com എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട് ബൈ ബിബിൻ. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.